ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തായ് സ്വീറ്റ് ചില്ലി ചിക്കനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് 2 എടുത്തിട്ടുള്ളത്. അതിനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഒരു കോഴിമുട്ടയും 1 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അതായത് ഈ ഒരു നമ്മുടെ ബാറ്റർ നമ്മുടെ ചിക്കനിൽ നല്ലപോലെ കോട്ടായിരിക്കണം. അപ്പോൾ ഈ കോൺഫ്ലവർ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കോൺഫ്ലവർ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് അധികം എണ്ണ ഒഴിച്ച് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ അടുത്ത സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ ബാക്കിയുള്ള എണ്ണയിൽ 2 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഏകദേശം 8 ടേബിൾ സ്പൂൺ സ്വീറ്റ് ചില്ലി സോസാണ്. ഇത് സാധാരണ സ്വീറ്റ് ചില്ലി അല്ല, തായ് സ്വീറ്റ് ചില്ലിയാണ്. അതായത് ഇതിന് കുറച്ചും കൂടി ഒരു എരിവുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നോർമൽ സ്വീറ്റ് ചില്ലി ആണെങ്കിൽ കുറച്ചും കൂടി എരിവ് കൂട്ടി ഇട്ട് കൊടുത്താൽ അത് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പാം ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ നോർമൽ ഷുഗർ യൂസ് ചെയ്യാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കോൺസ്റ്റാർച്ച് സ്ലറിയാണ്. അതായത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിനെ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ആഡ് ചെയ്ത് നമുക്ക് ഈ ആ ഒരു സോസ് എല്ലാം ചിക്കനിൽ നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ സ്പ്രിംഗ് ഒണിയനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഭവം കഴിഞ്ഞു. ഇനി സെസമി സീഡ്സ് വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. മെയിൻലി ജാസ്മിൻ റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ജാസ്മിൻ റൈസോ ബസ്മതി റൈസോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നാനോ അങ്ങനെ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇതൊരു എരിവും മധുരവും ഉള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.